പുറത്താക്കിയത് കോൺഗ്രസ് എന്ന ജോൺ ബ്രിട്ടാസ് MP. കോൺഗ്രസ് നിലപാടിൽ ഉറച്ചു നിന്നില്ല. തരൂരിന്റെ യോഗ്യത ചോദ്യചിഹ്നത്തിൽ നിർത്തി. തരൂരിനെ സംഘത്തിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര നിലപാടിനെ പിന്തുണച്ചും ബ്രിട്ടാസ്. ഇത്തരമൊരു ദൗത്യം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ആ ദൗത്യത്തിന്റെ ഭാഗമാകാനുള്ള എല്ലാ യോഗ്യതയും ശശി തരൂരിനില്ലേ? അപ്പോൾ ശശി തരൂരിന്റെ യോഗ്യതയ്ക്ക് മേലുള്ള ഒരു സംവാദമായി, വിവാദമായി അത് മാറ്റാൻ പാടില്ലായിരുന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പാക് ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടും. സർവകക്ഷി സംഘത്തിന്റെ യാത്രയ്ക്ക് തുടക്കം. ഇന്ന് പുറപ്പെടുന്നത് 2 സംഘങ്ങൾ. സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് BJP പോര് തുടരുന്നു. ഖർഗെയും രാഹുൽ ഗാന്ധിയും പാകിസ്ഥാനിൽ പോസ്റ്റർ ബോയ്സ് ആയെന്ന BJP MP. വിമത ശബ്ദങ്ങളെ അടിച്ചമർത്താൻ BJP ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ്. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വടക്കൻ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 4 ദിവസത്തിനകം എത്തും. മലപ്പുറം കൂരിയാട് ദേശീയപാതയിൽ ഇന്ന് വിദഗ്ധ സംഘത്തിന്റെ പരിശോധന. തുടർ നിർമ്മാണങ്ങൾ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രം. മലവെട്ടി നിർമ്മിച്ച പാതയുടെ ഇരുവശങ്ങൾ അതീവ ദുർബലാവസ്ഥയിൽ. എപ്പോൾ വേണമെങ്കിലും കുത്തിയൊലിച്ച് താഴേക്ക് വീഴുമെന്ന ആശങ്കയിൽ നാട്ടുകാർ. ഇനി മഴ തുടങ്ങിയാൽ എന്താവും ഇതിന്റെ സ്ഥിതി എന്ന് പറയില്ല. പക്ഷെ ഇവർ വാളൊക്കെ കെട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വാള് കെട്ടിയതിന്റെ സ്ഥിതി നമ്മൾ കൂരിയാട് കണ്ടു. ഇവിടെ വളരെ ഇതായിട്ടുള്ള മണ്ണാണുള്ളത്. ഈ മണ്ണിൽ എത്രത്തോളം ഇത് നിൽക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് സ്ത്രീയെ അന്യായമായി കസ്റ്റഡിയിൽ വെച്ച സംഭവത്തിൽ ASI പ്രസന്നനും സസ്പെൻഷൻ. വിശദമായ റിപ്പോർട്ട് ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ADGPക്ക് റിപ്പോർട്ട് കൈമാറും. കൂടുതൽ നടപടിക്ക് സാധ്യത. തിരുവാങ്കുളത്ത് പിഞ്ചു കുഞ്ഞിനെ കൊന്ന അമ്മയെ കസ്റ്റഡിയിലെടുക്കും. റിമാൻഡിലായ സന്ധ്യ കാക്കനാട് വനിതാ ജയിലിൽ ബന്ധുക്കളുടെയും മൊഴിയെടുക്കും.